ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണെന്നുള്ളത്. ഒരു തീയലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തീയലിൻ്റെ കളർ എന്താണ് ഈ രീതിയിലിരിക്കുന്നതെന്ന്. ഞാൻ കുറച്ച് വെള്ളം ചേർത്താണ് തേങ്ങ അരച്ചെടുത്തുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ തീയലിൻ്റെ കളർ കുറച്ച് ലൈറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തേങ്ങ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചു നോക്കിക്കോളൂ. നല്ല ഡാർക്ക് കളറിലെ തീയൽ കിട്ടും. അപ്പോൾ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് തന്നെ അരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ കറി എന്ന് പറയുന്നത് കടച്ചക്ക തീയലാണ്. കടച്ചക്ക തീയൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്, പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ട് ഒന്ന് കറി ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തീയൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കടച്ചക്കയുടെ പകുതി, അത് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാ ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു പിടി ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് വറവിടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ, നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങ ചിരവിയതെടുക്കാം. 1/2 കപ്പായാലും കുഴപ്പമില്ല, 1/4 കപ്പാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് തേങ്ങ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ എടുത്ത് ഇവിടെ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, തേങ്ങ എടുത്ത് വയ്ക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ആദ്യം കടച്ചക്ക ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണക്കച്ചെമ്മീനൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഉണക്കച്ചെമ്മീൻ കടച്ചക്കയുടെ കൂടെ ഇട്ട് വേവിക്കുന്നില്ല, അല്ലാതെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കറിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് കൊഴുപ്പല്ല, ചെറിയ രീതിയിൽ കൊഴുപ്പുള്ള രീതിയിൽ. അപ്പോൾ കടച്ചക്ക ഞാനിപ്പോൾ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ചട്ടിയിലും വെക്കാം കേട്ടോ. നമുക്ക് കടച്ചക്ക നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വിസിലിൽ തന്നെ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കടച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവി ഉള്ള കറിയാണല്ലോ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കടച്ചക്കയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഉണക്കച്ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിക്കാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് പൊടിയുന്ന പാകത്തിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് ചൂട് മാറിക്കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഏറ്റവും ഈസി ആവുന്നത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെയാണ് ഇനി തേങ്ങ വറുക്കാൻ പോകുന്നത്. നമ്മൾ പാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം കുറച്ച് ഗ്രേവി വേണം, അതുകൊണ്ടാണ് 1/4 കപ്പ് തേങ്ങ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് മസാലക്കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് ചെയ്യാം. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുരുമുളക് മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തീയലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാലക്കറി ആണെങ്കിൽ മാത്രം മസാലകൾ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തീയലാക്കി എടുക്കാം. അപ്പോൾ മസാലക്കറി ആണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക, ഒരു 5 ഗ്രാമ്പു, ഒരു പീസ് പട്ട, കുറച്ച് പെരിഞ്ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, അത്രയും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലക്കറി ആക്കി എടുക്കാം. പിന്നെ ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മുടെ കടച്ചക്ക മസാലക്കറി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ തീയലായിട്ട് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പുളി ചേർക്കില്ല കേട്ടോ. തീയലിൽ പൊതുവെ പുളി ചേർക്കാറുണ്ട്, ചില തീയലുകളിൽ മാത്രമേ നമ്മൾ പുളി ചേർക്കാതെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു തീയലിൽ പുളി ചേർക്കില്ല. അപ്പോൾ അതൊന്ന് റോസ്റ്റായി വരട്ടെ തേങ്ങ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും വെളിച്ചെണ്ണ ചേർത്തിട്ട് വറുക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ആ തീയലിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ആദ്യമേ തന്നെ ചേർക്കേണ്ടായിരുന്നു വെളിച്ചെണ്ണ.
ഒരു 1-1.5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും തേങ്ങ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ പൊടികൾ ബാക്കിയുള്ളതെല്ലാം ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, 1 ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ എരിവുണ്ടാവും, പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ ഒരുപാട് മുളക് പൊടി ചേർക്കരുത്, കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ കൂടണ്ട കേട്ടോ, നമ്മൾ കടച്ചക്കയിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റിൽ കൂടുതൽ വേണ്ട, വെളിച്ചെണ്ണയും തേങ്ങയും എല്ലാം നല്ല ചൂടല്ലേ, അപ്പോൾ വേഗം തന്നെ പൊടികൾ കുക്കായി വന്നോളും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് തേങ്ങ മാറ്റി വയ്ക്കണം കേട്ടോ. ഈ പാത്രത്തിൻ്റെ ചൂടിലിരിക്കുമ്പോൾ തേങ്ങ വീണ്ടും കുക്കാവും, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കറിക്കൊരു കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് തേങ്ങ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് കയ്പ്പ് വരും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വേഗം തന്നെ മാറ്റി വയ്ക്കണം. 1 മിനിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഞാനിതൊന്ന് ഓഫ് ചെയ്യാണ്. ഇനി പാനിൻ്റെ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടി കുക്കായിക്കോളും. അപ്പോൾ ഞാൻ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടാണ് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലാണ് തേങ്ങ വറുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലാണ് തേങ്ങ വറുക്കുന്നതെങ്കിലും എപ്പോഴും വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ് നമുക്ക് എപ്പോഴും സേഫ് കേട്ടോ. കറി മോശമായി പോവാതിരിക്കാൻ, ഓവർ കുക്കായി പോവാതിരിക്കാൻ തേങ്ങയൊക്കെ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇനി നമുക്ക് വേറെ ചട്ടി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കുക്ക് ചെയ്യാം. നമ്മുടെ കടച്ചക്കയിലേക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കടച്ചക്ക വേവിച്ചത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം. സവോളയ്ക്ക് ഒരു ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ കറിക്ക് ഒരു 20 ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്ത ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, ആ ഉണക്കച്ചെമ്മീൻ ഞാൻ എന്താ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്, വല്ലാതെ ഫൈൻ പൗഡർ ആവേണ്ട, നല്ല തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കുക. ഇതും കൂടി ഇനി ചേർത്ത് കുക്ക് ചെയ്യാം. നമുക്കിതിലേക്ക് ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ കടച്ചക്കയിൽ വെച്ച വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഉണക്കച്ചെമ്മീൻ കുക്കായതാണല്ലോ, പിന്നെ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് കുക്കായി വരാനേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ എല്ലാം കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. തേങ്ങയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയം പോവാതെ തന്നെ വേഗത്തിൽ കറികൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ കടച്ചക്കയും ചെമ്മീനും സവോളയും എല്ലാം ചേർത്ത് വെച്ചിട്ട് വേണ്ടോ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒരുപാട് ചേർത്തില്ലല്ലോ, പിന്നെ കുറേ സമയം അരച്ചു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ തീയൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്, എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഷ്ണങ്ങൾ കൂടുതലാണ്, ഗ്രേവി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കട്ടെ. ഇനി നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേങ്ങ അരച്ച കറികൾ ഇളക്കുന്ന പോലെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് കുറവായിരിക്കും, ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടച്ചക്കയിലേക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സവോളയ്ക്കും അതുപോലെ ബാക്കിയുള്ള ഗ്രേവിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഒരു 10 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുറുകി പോകണ്ട, ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവ് ചേർക്കാം. ഇത്രയും കഷ്ണങ്ങളിലേക്ക് ഇത്രയും ഗ്രേവി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ണങ്ങൾ മാത്രം എടുത്ത്
കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. കുറച്ച് ഗ്രേവിയും കൂടി വേണം. ഒരുപാട് കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അതും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്കുള്ള വറവ് ചേർക്കാം. അപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഉള്ളിയും കൂടി ചേർത്ത് വറവിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ കറിയിൽ. ഇനി ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ. ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 3 വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഈ കടച്ചക്കയുടെ ബാക്കി ഉണ്ടല്ലോ, ഞാനിത് പകുതി എടുത്തിട്ട് കറി ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ ബാക്കി പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾ കടച്ചക്ക വാങ്ങിക്കുകയാണെങ്കിലും ഒരു കടച്ചക്ക മുഴുവനൊന്നും ഒരു 4-5 പേരുള്ള വീട്ടിലേക്ക് ആവശ്യം വരില്ല കേട്ടോ. പകുതി മതിയാവും. ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് തോരൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ തോരനും ഉണ്ടാക്കാം. അങ്ങനെ 2 റെസിപ്പി ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഈ ഒരു കറിയൊക്കെ നമ്മൾ ചൂട് നന്നായിട്ട് മാറി കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. നന്നായിട്ട് ചൂട് മാറിയില്ല എന്നുണ്ടെങ്കിൽ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടാവും. കുരുമുളകും മുളക് പൊടിയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുണ്ടാവും. അപ്പോൾ കറി അടച്ചു വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും റെഡിയാക്കുക. ഭക്ഷണം കഴിക്കാറാകുമ്പോൾ എടുത്താൽ മതി. അത്രയും സമയം കറി അത് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. കറി ഇരിക്കുന്നതോറാണ് ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. എങ്ങനെയുണ്ട് ഈ ഒരു കറി, ഇഷ്ടമായോ ഇല്ലയോ, എന്തെങ്കിലും ടേസ്റ്റ് നമ്മൾ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ ഇതുപോലെ ചെമ്മീനൊക്കെ ചേർത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതെല്ലാം ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാതൊക്കെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.